മെമ്മറി കാർഡ് ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ഇന്ന് നമുക്ക് നമ്മളുടെ കമ്മീഷൻ ചെയ്ത റിപ്പോർട്ട്, ദാറ്റ് ഇസ് കമ്മിറ്റി റിപ്പോർട്ട്, നമ്മൾ EC-യിൽ അവതരിപ്പിച്ചു. ഇത് നമ്മളുടെ വന്ന 11 ആൾക്കാരുടെ മൊഴികളാണ്. അപ്പോൾ ഇത് ഞാൻ EC-യിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ ചെയ്തു. ഇത് അമ്മയുടെ പ്രോപ്പർട്ടി ആയിട്ട് ലോക്കറിൽ പോവും. ആൻഡ് ഇതാണ് നമ്മളുടെ റിപ്പോർട്ട്. നമ്മളുടെ ആദ്യത്തെ ഈ ഒരു ടീം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മളുടെ ദൗത്യം ഇവിടെ പൂർത്തിയായി. ഇനി നമ്മളുടെ കംപ്ലയിൻസ് വന്ന ആൾക്കാർക്ക് ഈ കോപ്പി കൊടുക്കും. ആൻഡ് അവർക്ക് എന്താണ് തീരുമാനം, നമ്മളുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇല്ല, ബിക്കോസ് കുക്കുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഇവിടുത്തെ മിനിറ്റ്സ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റീൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. 11 പേരിൽ അന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ഉൾപ്പെടും. അന്നത്തെ മിനിറ്റ്സ്, അതിൽ സൈൻ ചെയ്ത ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് മൊഴികൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ 5 അംഗ കമ്മിറ്റി ഈ ഒരു കൺക്ലൂഷനിലെത്തിയത്. മെമ്മറി കാർഡ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ KPSC ലളിത ചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളിടത്താണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ്. KPSC ലളിത ചേച്ചി നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അതെന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് അത് KPSC ലളിത ചേച്ചിയുടെ അടുത്തുണ്ട്. അവരത് പറഞ്ഞ കാര്യം ഒരു സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ ആ മെമ്മറി കാർഡ് KPSC ലളിതയുടെ കയ്യിലുണ്ടായിരുന്നു എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത്. ഇതിൽ മറ്റാരും പ്രതികളോ കുറ്റക്കാരോ തെറ്റുകാരോ അല്ല എന്നുള്ളതാണ്.